ലോകത്തിന്റെ സമാധാന അന്തരീക്ഷം മാറ്റിയെഴുതാൻ ലക്ഷ്യമിട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ അന്താരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. ബോർഡ് ഓഫ് പീസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംഘടനയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും ഒപ്പിടൽ ചടങ്ങും സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിനിടെയാണ് നടന്നത്. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനും ആഗോളതലത്തിൽ സമാധാനം കൊണ്ടുവരാനുമാണ് ഈ നീക്കമെന്നാണ് വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക വിശദീകരണം. സംഘടനയുടെ രൂപീകരണ ചടങ്ങിൽ ട്രംപിന്റെ അസാധാരണമായ ആധിപത്യമാണ് പ്രകടമായത്. ബോർഡ് ഓഫ് പീസിന്റെ സ്ഥിരം അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും. ഈ പദവിയിൽ ഇരുന്നുകൊണ്ട് ലോകത്തിലെ പ്രധാന തർക്കങ്ങളിൽ ഇടപെടാനും പരിഹാരം കാണാനുമാണ് ട്രംപിന്റെ നീക്കം. ലോകത്തിലെ ഏറ്റവും ശക്തമായ ബോർഡാണിത് എന്നാണ് രൂപീകരണ വേളയിൽ ട്രംപ് വിശേഷിപ്പിച്ചത്. ഗാസ മുനമ്പിലെ പുനർനിർമ്മാണവും അവിടുത്തെ ഭരണ സംവിധാനവും നിയന്ത്രിക്കുക എന്നതാണ് ഈ സംഘടനയുടെ പ്രഥമ ലക്ഷ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. യുദ്ധാനന്തര ഗസയിൽ സുസ്ഥിരമായ സമാധാനം കൊണ്ടുവരാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ സമിതിക്ക് കഴിയുമെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. എന്നാൽ സംഘടനയുടെ ലക്ഷ്യങ്ങൾ ഗാസയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയൊരു വിഭാഗം രാജ്യങ്ങൾ ഈ നീക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികൾ സംഘടനയിൽ അംഗത്വം എടുക്കാൻ വിസമ്മതിച്ചു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ അമേരിക്ക ഒഴികെയുള്ള സ്ഥിരം അംഗങ്ങളും G7 രാജ്യങ്ങളും ഈ പീസ് ബോർഡിൽ ചേർന്നിട്ടില്ല. ഇത് ട്രംപിന്റെ പുതിയ നീക്കത്തിന് ലഭിച്ച വലിയൊരു തിരിച്ചടിയായി വിലയിരുത്തപ്പെടുന്നു.